കണ്ടല്ലോ, ഞാൻ ഒരേ ഒരു റെസിപ്പി മാത്രമല്ല നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, കുറച്ചധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ വെജും നോൺ വെജും പിന്നെ ഒരു സ്പെഷ്യൽ റൈസ് ഐറ്റം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു അടപ്പത്തിരിക്കുന്നത് കുടിവെള്ളമാണ് കേട്ടോ. കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അതാ കുക്കറിൽ പയർ വേവിക്കാൻ വെച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ മത്തൻ ഞാനൊന്ന് കഴുകി അരിഞ്ഞ് ഇതുപോലെ ആക്കിയിട്ട് അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെള്ളവും ഉപ്പും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ടിട്ട് വേവിക്കാൻ വെച്ചേക്കണം. അപ്പോൾ പയറും മത്തനും കൂടി സിമ്പിളായിട്ടുള്ള ഒരു ഓലനാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് വളരെ സിമ്പിളായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാതെ കുറച്ച് ഹെവി ഐറ്റംസ് നമുക്കിനി വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ നാളികേരം ഞാൻ ചെരുക്കിയിട്ട് നാളികേരപ്പാൽ പിഴിഞ്ഞെടുക്കണമല്ലോ ഓലനിലേക്ക്. അതിന് വേണ്ടിയാണ് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പയറുടെ വെന്തു, അത് ഞാൻ ഈ ഒരു മത്തൻ വേവിച്ചതിൻ്റെ കൂടെ ഇടുകയാണ് കേട്ടോ. പയർ ഈ ഒരു പയറാണ് കിട്ടിയത്. മറ്റേ നമ്മൾ സാധാ ചുമന്നൊരു ഉണക്കപ്പയറുണ്ടല്ലോ, കാരമണി പറയും ഇവിടെ, അത് എൻ്റെ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനൊക്കെ ഒരേ ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ അതങ്ങോട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കേണ്ടിയിരുന്നു. എന്നിട്ട് മത്തനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നാളികേരപ്പാൽ പിഴിഞ്ഞത് ഒഴിക്കണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് കേട്ടോ നോക്കുന്നത്. നാളികേരപ്പാൽ ഇതുപോലെ കുറച്ച് നാളികേരം ഞാൻ ചെരുകിന്ന് അത് മിക്സ്ഡ് ജാറിലിട്ട് കൊടുത്തിട്ട് ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ പാൽ കിട്ടും. പിന്നെ എനിക്ക് നാളികേരപ്പാൽ വേറൊരു സംഭവം ഉണ്ടാക്കാൻ കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടിയും കൂടി ഞാൻ മാറ്റി വയ്ക്കേണ്ട അതിന്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് മാങ്ങ കണ്ടില്ലേ, അന്ന് ഞാനൊരു മാങ്ങക്കാളനല്ല മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയില്ലേ, അതിൽ ബാക്കിയുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഞാൻ മാത്രമാണ് ഇവിടെ ഇങ്ങനെ ഉടച്ച് കുടിക്കുന്ന പരിപാടി. ഇങ്ങനെ ഉടച്ചു കൂടിയ മാങ്ങ കുടിക്കണമല്ലോ, അങ്ങനെ കുടിക്കുള്ളൂ, കഴിക്കുള്ളൂ. കുട്ടികളൊന്നും അതൊന്നും ശീലമില്ലാത്ത കാരണം മാങ്ങ അങ്ങനെ ഇരുന്ന് പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം. അതിന് ഭയങ്കര ഡിമാൻഡാണ് എൻ്റെ വീട്ടിൽ. അപ്പോൾ എന്തായാലും അതിന് വേണ്ടി ഞാൻ നാളികേരത്തിലേക്ക് പച്ചമുളകും ജീരകവും ഇപ്രാവശ്യം കുറച്ച് കുരുമുളകും കൂടി ചേർക്കണ്ട കേട്ടോ. അതും കൂടി ചേർത്ത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നോക്കിയപ്പോഴാണ് നമ്മളുടെ ഇത് എന്താ പറയുക, പയറും മത്തനൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നാളികേരപ്പാൽ പിഴിഞ്ഞതും കൂടി ഒഴിച്ച് അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം റെഡിയായി. അതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അങ്ങനെ അതിൻ്റെ കാര്യം ഓക്കെ ആക്കിയതിന് ശേഷം ഞാൻ ബാക്കി നാളികേരം അരയ്ക്കാനൊക്കെ പോയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അവിടെ ഇരുന്ന് വെള്ളം വറ്റി പോവും. ഞാൻ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ പോവും. അതുകൊണ്ടാണ് ഞാൻ വേഗം കാണുമ്പോൾ ഒക്കെ അപ്പോൾ ചെയ്ത് വയ്ക്കണം. എനിക്കിങ്ങനെ ഒരു സമയത്ത് തന്നെ കുറച്ചധികം കാര്യങ്ങൾ ചെയ്താൽ ഏതെങ്കിലുമൊക്കെ എൻ്റെ ശ്രദ്ധ പാളും. അപ്പോൾ അത് മൊത്തത്തിൽ കൊളാവും. അപ്പോൾ അത് നാളികേരം ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തൈരും കൂടി ഒന്ന് അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ, വീട്ടിലുണ്ടാക്കിയ തൈരും വാങ്ങിയ തൈരും കൂടി മിക്സ് ചെയ്തിട്ട് ആക്കുക. വീട്ടിലുണ്ടാക്കിയ തൈര് നല്ല പുളിയായിരിക്കും. വാങ്ങിയ തൈരിന് പുളി അധികം ഇല്ലാത്ത കാരണം രണ്ടും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ അങ്ങനെ തൈര് ഞാൻ ഒഴിച്ചെടുക്കണം കേട്ടോ. ഇപ്രാവശ്യം നന്ദിനിയുടെ തൈരാണ്. മിൽക്കി മിസ്റ്റ് കിട്ടിയില്ല. മിൽക്കി മിസ്റ്റ് വെച്ച് നല്ല കട്ടിയിലിരുന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാൻ. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും മാങ്ങ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ മാങ്ങ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ചട്ടിയിലേക്കൊക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും അതുപോലെ മധുരത്തിന് വേണ്ടി ശർക്കരയും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് വേവാനായിട്ട് വയ്ക്കും കേട്ടോ. പിന്നെ പച്ചമുളകും ചേർക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ചേർത്ത് വെച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വേറെയും കുറച്ച് പരിപാടികളുണ്ടെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ വെജ് ഇതുകളൊക്കെ ആണെങ്കിൽ നോൺ വെജായിട്ട് ചിക്കൻ വാങ്ങിയത് ഇരിപ്പുണ്ട്. അപ്പോൾ ചിക്കൻ തലേദിവസം വാങ്ങിക്കൊണ്ട് വന്ന് അതിൻ്റെ പകുതി എടുത്ത് ഹസ്ബൻഡ് തലേദിവസം ഒരു കറി വെച്ചു. നെക്സ്റ്റ് ഡേയിലേക്ക് വേണ്ടി മാറ്റി വെച്ചു. ഇത് തന്നെ അരിക്കുള്ള വെള്ളം വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് തിളച്ചു തുടങ്ങി. ഇനി അതിലേക്ക് അരി കഴുകിയിടണം. അപ്പോൾ ചിക്കൻ അപ്പോഴേക്കും ഞാൻ പുറത്തൊക്കെ വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടി ഒന്ന് കഴുകിയെടുത്തു. ഇന്നലെ തലേദിവസം ഇങ്ങനെ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വെച്ചതാണ്. എന്നാലും നമ്മൾ ഫ്രിഡ്ജിലിരുന്നല്ലോ, ഒന്നും കൂടി ഒന്ന് രണ്ട് വട്ടം ഒന്ന് കഴുകിയെടുത്തു. അപ്പോഴേക്കും അരിക്കുള്ള വെള്ളം തിളച്ച കാരണം അതിലേക്ക് അരിയൊക്കെ ചേർത്ത് കൊടുത്ത് മാങ്ങ അത് എന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ചിക്കനിലേക്ക് ഉണ്ടല്ലോ, ചിക്കൻ ഞാനിപ്പോൾ വറക്കാണ് ചെയ്യുന്നത്. അപ്പോൾ 3 പ്രാവശ്യമായിട്ട് ചിക്കൻ വെച്ചിട്ടുണ്ട്. തലേദിവസം രാത്രി ഹസ്ബൻഡ് ഒരു സിമ്പിളായിട്ടുള്ളൊരു കറി വെച്ചു. രാവിലെ ഞാനൊരു ഹൈദരാബാദി സ്റ്റൈലുള്ള ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളതൊന്ന് വറക്കണം. അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, ഒരു ഇത്തിരിയോളം മല്ലിപ്പൊടി ചേർത്തെന്ന് തോന്നുന്നു, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് കോൺഫ്ലോറും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കൈവച്ചുകൊണ്ട് മിക്സ് ചെയ്തിട്ട് അത് ഞാൻ ഒന്ന് മാറ്റി വയ്ക്കേണ്ടത്. അതൊക്കെ ലാസ്റ്റത്തേക്ക് ഞാൻ വറക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. എല്ലാ പണിയും കഴിഞ്ഞൊക്കെ എല്ലാ പണിയല്ല, ഈ കറിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് അപ്പോഴേക്കും മസാലയൊക്കെ നന്നായി പിടിക്കുമല്ലോ, അതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മളുടെ മാങ്ങക്കറിക്കുള്ള മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരപ്പുകളൊക്കെ ചേർക്കണം കേട്ടോ. അരച്ചതും അതുപോലെ തൈര് അടിച്ചെടുത്തതും ഒക്കെ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് തിള വരാൻ ഒന്ന് ചൂടായി തിള വന്നു തുടങ്ങിയാൽ മതി. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യും.
ഇതെന്തിനാണെന്നറിയോ, ഇതിന് ഞാൻ പറഞ്ഞൊരു സ്പെഷ്യൽ റൈസ് ആയിട്ട് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ ഇത് മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നാളികേരപ്പാലിലേക്ക് ഞാൻ ഇതുണ്ടല്ലോ പഞ്ചസാരയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ചോറ് ഞാൻ രാവിലെ ഹൈദരാബാദി ബിരിയാണി വെച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, ആ റൈസ് ഞാൻ അപ്പം തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായി. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി വറ്റിച്ചെടുക്കുകയാണ്. അതിന് ശേഷം നമുക്കതിലേക്ക് അതിൻ്റെ ഒരു സോസ് പോലെ റെഡിയാക്കണം. അപ്പോൾ ബാക്കിയുള്ള നാളികേരപ്പാലിലേക്ക് കോൺഫ്ലോറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി ഒന്ന് കുറുക്കി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കി വരണം. അത് കഴിക്കാൻ നേരത്തിന് മതി കേട്ടോ. അപ്പോൾ കഴിക്കാൻ നേരത്ത് നമുക്കത് അതുപോലെ റൈസ് എടുത്തിട്ട് ആ കോക്കനട്ടിൻ്റെ സോസ് പോലെ നമ്മൾ ഉണ്ടാക്കിയില്ലേ, ആ സംഭവം സോസ് എന്നാണോ പറയുക എന്താണെന്നറിയില്ല. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് വേണമെങ്കിൽ ഒരു ഭംഗിക്ക് മാത്രം ഞാൻ കുറച്ച് കറുത്ത എള്ളും വെളുത്ത എള്ളും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൈഡിലായിട്ട് ആ മാംഗോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഈ സംഭവം കഴിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ നാളികേരപ്പാൽ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടപ്പെടും. നാളികേരപ്പാലും സ്വീറ്റായിട്ടുള്ളതൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാളികേരപ്പാലിൻ്റെ എല്ലാ വിഭവങ്ങളും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴും ആ പാലിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുമ്പോൾ നല്ലൊരു ഇതാണ്. അപ്പം ഞാൻ എന്തായാലും അതിൻ്റെ ഇടയിൽ കൂടെ അത് കഴിച്ചു കേട്ടോ. പിന്നെ ചിക്കൻ അപ്പോഴേക്കും ഞാൻ വറുക്കാനായിട്ട് വെക്കണം. ഇത് വേഗം കാണിക്കണ കാരണം നിങ്ങൾ വിചാരിക്കും ചിക്കൻ ഞാൻ അപ്പം തന്നെ എടുത്ത് വറുത്തോന്ന്. ഇല്ല, കുറച്ചധികമൊക്കെ സമയം എടുത്തിട്ടാണ് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചതിന് ശേഷമാണ് വറുത്തെടുക്കുന്നത്. ഇനിയപ്പോൾ നമ്മളുടെ മാങ്ങക്കറി റെഡി ആയത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. കുറുകി അത് ഇരിക്കുന്നതോറും ഇങ്ങനെ വറ്റി കുറുകി വരുമല്ലോ. പിന്നെ ചിക്കൻ ഫ്രൈ ഞാനൊരു മൂന്നാമത്തെ ട്രിപ്പ് ആക്കിയപ്പോഴേക്കും കുട്ടികളെത്തി സ്കൂളിൽ നിന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കൊണ്ടുപോയി കഴിക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ അവർക്ക് കഴിക്കാൻ കൊടുക്കട്ടെ ഇനി. അപ്പോൾ ഞാനിപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കിയ വിഭവങ്ങൾ കാണിച്ചു തരാം. ഇതാ മാങ്ങക്കറി. ഇത് കണ്ടിട്ട് എന്നും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നു വിചാരിക്കരുത്. മാങ്ങ ഇരിക്കുന്ന കാരണം കറി വെച്ചതാണ്. എന്തായാലും ഒരു കറിയും ഉപ്പേരിയും പപ്പടോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉച്ചയ്ക്ക് ഉണ്ടാവാറുള്ളൂ. ഇന്നിപ്പോൾ ഇങ്ങനെ ഞാൻ ഇത്തിരി നീട്ടിപ്പരത്തി വെച്ചു എന്നുള്ളൂ. അപ്പോൾ ഇത് പിന്നെ ചിക്കൻ ഫ്രൈ, അതുപോലെ തന്നെ അതൊക്കെ കുമ്പളങ്ങയാന്ന് തന്നെ പറഞ്ഞത്, മത്തനും പയറും കൂടി എലിശ്ശേരി. ഇതെന്താണ് ഞാനൊക്കെ തെറ്റി പറയാം. മത്തനും പയറും കൂടി ഓലൻ. പിന്നെ തലേദിവസം ചിക്കൻ കറി വെച്ചു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഇതാണ് കേട്ടോ കാണുന്നത്. അത് ഞാൻ ചൂടാക്കി വന്നപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ശരിക്കും വരട്ടിയെടുത്ത പോലെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്ര ബാക്കിയുണ്ട്. പിന്നെ നമ്മളുടെ സാധാ വൈറ്റ് റൈസും ഉണ്ട്. പിന്നെ എൻ്റെ മാത്രം ഫേവറേറ്റ് ആയിട്ടുള്ള മാംഗോ സ്റ്റിക്കി റൈസും. അപ്പോൾ അതിൻ്റെ റൈസാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കുകയല്ലേ. ഇത് സാധാരണ നമ്മളുടെ ബാസ്മതി റൈസാണ് കേട്ടോ. ശരിക്കും ജാപ്പനീസ് സ്റ്റിക്കി റൈസൊക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിന് വേണ്ടി മാത്രം വാങ്ങി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ അത് അവിടെ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത് വാങ്ങിയില്ല. രാവിലെ ഉണ്ടാക്കിയ ബിരിയാണിയുടെ ബാസ്മതി റൈസ് എടുത്ത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഇതേ നമ്മളുടെ സോസും അത് നേരത്തെ കഴിച്ചിട്ട് ഞാൻ ഇത്രയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വാട്ടർമെലൺ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മോനും അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ കഴിച്ച് തീർത്തോളും. പിന്നെ രാവിലെ ഉണ്ടാക്കിയ ഹൈദരാബാദി ബിരിയാണിയുടെ ബാക്കി ഇത്രയും കൂടി ഉണ്ട്. മോൻ വന്ന മിക്കവാറും അത് കഴിക്കാൻ വഴിയുണ്ട്. അപ്പോൾ രാവിലെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ടിഫിനിൽ കൊടുത്തയക്കാനായിട്ട് നമുക്ക് വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബിരിയാണി ആയിരുന്നു അത്. അപ്പോൾ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായി. അത് കഴിച്ചിട്ട് അവർ നല്ല ഇഷ്ടപ്പെട്ടു. മോൾക്കൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ കുറച്ച് കഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. ഷോർട്ടായിട്ടാണോ അതോ ലോങ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാമെന്ന് അറിയില്ല. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. സിനിമ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.